മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത സിനിമാ സീരിയൽ താരം ശാന്തി വില്യംസ്. നന്ദിയില്ലാത്ത നടൻ, എത്ര ചോറ് കൊടുത്തിട്ടുണ്ട്, ലാൽ എന്നെ കണ്ട് മുഖം തരാതെ ഓടി. ശാന്തി വില്യംസിന്റെ വാക്കുകൾ ഇങ്ങനെ. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ്. 12-ാം വയസ്സിൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടി 1970-ലെ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, പൂവെല്ലാം മുൻവാസം, സ്നേഹിതിയെ തുടങ്ങി നിരവധി സിനിമകളിൽ ശാന്തി അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പളുങ്ക്, രാക്കിളിപ്പാട്ട്, യെസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ മലയാളി കുടുംബത്തിലാണ് ശാന്തി വില്യംസ് ജനിച്ചത്. മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രഹനായ ജെ വില്യംസിനെയാണ് ശാന്തി വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളുണ്ട്. സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ, ജീവന്റെ ജീവൻ തുടങ്ങി 4ഓളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും മോഹൻലാൽ തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണ് ലാലെന്നും ശാന്തി പറയുന്നു. മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആ നന്ദി പോലും മോഹൻലാൽ കാണിച്ചിട്ടില്ലെന്നും ശാന്തി പറഞ്ഞു. വില്യംസ് മികച്ച ക്യാമറമാനായിരുന്നു. ഇന്ന് ക്രെയിൻ ഉണ്ട്. ക്രെയിൻ ഇല്ലാത്ത അക്കാലത്ത് വലിഞ്ഞു കയറി ക്യാമറ എടുത്ത പോലെ ഇന്നാരും ചെയ്യില്ല. ആ വിഷയത്തിൽ വില്യംസിനെ ഞാൻ ഒരു കുറ്റവും പറയില്ല. പെട്ടെന്ന് ദേഷ്യം വരും എന്നതായിരുന്നു പ്രശ്നം. ഇവരുടെ 2ാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു, ഹലോ മദ്രാസ് ഗേൾ. ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. 2ാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു. പൂർണിമ ഭാഗ്യരാജും ഉർവശിയും എല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത്. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക. എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ്. അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് കഴിക്കും. ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ട് നടക്കുമ്പോൾ ക്യാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് മോഹൻലാൽ എന്നും ശാന്തി പറയുന്നു. എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ലായിരുന്നു. 4 സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും താൻ ലാലിന് പണം കൊടുക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. എന്റെ സ്വർണങ്ങളെല്ലാം പണയം വെച്ചിട്ട് 60,000 രൂപ കൊടുക്കാൻ വേണ്ടിയാണ് നടക്കാൻ പോലും കഴിയാതെ ഞാൻ പോയത്. അന്ന് എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടിയെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് തന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് തുറന്നു പറയുന്നു. എന്നും പലതരത്തിലുള്ള വിവാദങ്ങൾ സന്തത സഹചാരിയായ ലാലിനെതിരെയുള്ള പുതിയ ആരോപണം സിനിമാ ലോകത്ത് ലാലിനെ കുറിച്ച് വ്യാപകമായ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്.